നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്നായാലും അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതൊരു പക്ഷെ ഇന്നാവണമെന്നില്ല, എല്ലാവരാലും ആവണമെന്നില്ല. പക്ഷെ അതിൻ്റെ സീസൺ എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ലോകത്തിലെ എണ്ണം പറഞ്ഞ കവികളിൽ ഒരാളാണ് ജോൺ കിറ്റ്സ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കാൻ വിസമ്മതിച്ച സമയത്തും വാക്കുകളിൽ സ്നേഹം നിറച്ചുകൊണ്ട്, സൗന്ദര്യം നിറച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ക്രിറ്റിക്സ് ഒക്കെ അദ്ദേഹത്തെ കളിയാക്കുകയും പബ്ലിഷേഴ്സ് അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുകയും ചെയ്ത സമയത്തും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് വിശ്വസിച്ചത് അദ്ദേഹം ഒരു പരാജിതനാണെന്നാണ്. പക്ഷെ ഇന്ന് ലോകം അദ്ദേഹത്തിന്റെ ജീനിയസിന്റെ മുമ്പിൽ തലകുനിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾ ഏറ്റിട്ട് മനസ്സുമെടുത്ത് പോസ്റ്റ് ചെയ്യാതെ വെച്ച ചില ഫോട്ടോസോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കുഞ്ഞു കവിതകളോ, നമ്മുടെ സർഗാത്മകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നമ്മൾ ആരെയാണ് ഇനി കാത്തുക്കുന്നത്? നമ്മുടെ വിജയത്തിൽ ഒട്ടും ആഗ്രഹമില്ലാത്ത ഈ പറയുന്ന ആളുകളുടെ അംഗീകാരമാണോ നമുക്ക് വേണ്ടത്? ഒരിക്കലുമല്ല. ആരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല. ഇത് എൻ്റെ ജീവിതം, എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ തൊട്ട് ജീവിക്കാൻ എനിക്ക് ആരുടെയും അംഗീകാരം ആവശ്യമില്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്.